നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാവിലെ എണീറ്റ് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴല്ലേ ഞെട്ടിയത്. കിടക്കുന്നു അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ. കണ്ണു തള്ളിപ്പോയി. ഉടനെ തന്നെ വണ്ടി എടുത്ത് പെട്രോൾ അടിച്ച് വണ്ടിക്കകത്ത് നിറച്ച് പെട്രോൾ അടിക്കാന്ന് പറഞ്ഞ് നേരെ പമ്പിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോഴാണ് അടുത്ത ഞെട്ടൽ. പെട്രോൾ വില 1 ലിറ്ററിന് വെറും 40 രൂപയായി കുറഞ്ഞു. മുൻപൊക്കെ 10 ലിറ്റർ പെട്രോൾ അടിക്കാൻ 1000 രൂപയുടെ നോട്ട് കൊടുത്ത് കണ്ണു തുടയ്ക്കുന്ന ഒരു പാട്ടും പാടണമായിരുന്നു. എന്നാൽ ഇപ്പം വെറും 400 രൂപയ്ക്ക് 10 ലിറ്റർ അടിച്ച് വണ്ടി ഫുൾ ടാങ്കാക്കി. ബാക്കി തന്ന ചില്ലറയും പോക്കറ്റിലിട്ട് നേരെ കവലയിലെ ശാഖയിലേക്ക് വെച്ച് പിടിച്ചു. വഴിയിലിടുന്നോളം മനസ്സിന് കുളിർമേകുന്ന ധാരാളം കാഴ്ചകൾ. പഴയ കള്ളപ്പണക്കാരനായിരുന്ന ഔസേപ്പും അബ്ദുള്ളയും വിജയനുമൊക്കെ കള്ളപ്പണമെല്ലാം പോയതോടെ ഇപ്പോൾ കവലയിൽ ചായക്കടയും തട്ടുകടയും തുടങ്ങി അന്തസ്സായി ജീവിക്കുന്നു. ഭക്ഷ്യസാധനങ്ങൾക്കൊക്കെ പൈസയേ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കുമാരേട്ടൻ്റെ മോനൊന്ന് നന്നായി വണ്ണം വെച്ചിട്ടുണ്ട്. എപ്പോഴും തിന്നാലിടാൻ തടി വയ്ക്കുമല്ലോ. ചെക്കനെ ശാഖയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഒന്ന് ഉഷാറാക്കി എടുക്കണം. നാട്ടിലെല്ലാം ഫ്രീ ആയതുകൊണ്ട് ഇപ്പോൾ ആർക്കും ഒരു തൊഴിലും വേണ്ട. രാജ്യം ഇപ്പോൾ അന്യഗ്രഹ ജീവികളുടെ പറക്കും തളിക പോലെയാണ്. എവിടെയും ശാന്തി, സമാധാനം, ഐശ്വര്യം ഇതൊക്കെയാണ്. മേക്ക് ഇൻ ഇന്ത്യ കട്ടയ്ക്ക് നടപ്പിലാക്കിയത് മൂലം മുക്കിന് IT കമ്പനികളും വൻകിട വ്യവസായ സ്ഥാപനങ്ങളുമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതിന്റെ ഫലമായി അമേരിക്കക്കാർ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വിസ കിട്ടാൻ വേണ്ടി ഡൽഹിയിലെ ഇന്ത്യൻ എംബസിക്ക് മുമ്പിൽ കിലോമീറ്ററുകളോളം നീണ്ട വരിയ നിൽക്കുന്നത്. ബ്രിട്ടീഷുകാരെല്ലാവരും എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് വരാൻ വിസ സംഘടിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ഗൾഫിലെ അറബികളൊക്കെ നമ്മുടെ നാട്ടിലെ പാടത്ത് പണിയെടുക്കാൻ വരാനായിട്ട് റെഡിയായിട്ട് പാസ്പോർട്ട് പിടിച്ച് നിൽക്കുക. എല്ലാം നമ്മുടെ ജിയുടെ ഒരൊറ്റ കഴിവ്. ഗൾഫ് പ്രവാസികളായിരുന്ന മലയാളികളൊക്കെ നാട്ടിൽ തിരിച്ചെത്തി സ്വന്തം നാട്ടില് ജോലി ചെയ്ത് സുഖമായി ജീവിക്കുന്നത് കണ്ടപ്പോൾ നെഞ്ചു നിറഞ്ഞുപോയി. ആഹാ, എന്തൊരു കുളിർമ! ഇങ്ങനെ ഒരു സുവർണകാലം നമുക്ക് വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, ആരും തന്നെ. എന്തായാലും നമ്മുടെ കണാരേട്ടൻ്റെ മകൻ പട്ടാളക്കാരൻ ഇന്ന് അവധിക്ക് നാട്ടിൽ വന്നിട്ട് നേരെ ശാഖയിലേക്ക് എത്തിയിരുന്നു. അതിർത്തിയിൽ ഇപ്പോൾ യുദ്ധമേ ഇല്ലത്രേ. പഴയ പോലെ വെടിയിപ്പോ നുഴഞ്ഞു കയറ്റമോ ഒന്നുമില്ല. അതുകൊണ്ട് പട്ടാളക്കാരും ഹാപ്പി, ജനങ്ങളും ഹാപ്പി. നിങ്ങോട്ട് നിരോധിച്ചതിന് ശേഷം കള്ളപ്പണമൊക്കെ കത്തിച്ചു കളയേണ്ടി വന്നതിൻ്റെ വിഷമത്തിൽ മാനസിക നില തെറ്റിപ്പോയ ഭ്രാന്തായിപ്പോയ ഹക്കീമിക്കയെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നു. അവനെ കണ്ടപ്പോൾ മനസ്സിന് ഇരട്ടി സന്തോഷം തോന്നി. GST വന്നതോടുകൂടി സാധാരണക്കാരൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന കൊള്ള ലാഭങ്ങളെല്ലാം ഇല്ലാതായി. ഗ്യാസ് വിലയിൽ വെറും 200 രൂപ. ഇനിയും വില കുറയുമെന്നാണ് പമ്പിലെ ചേട്ടൻ എന്നോട് പറഞ്ഞത്, രഹസ്യമായിട്ടാണ് പറഞ്ഞത്. എന്ത് നല്ല ഭരണമാണ് രാജ്യത്തിൽ. ജനങ്ങൾ ഒന്നടക്കം നെഞ്ചത്തടിച്ച് പറയുന്നു, ഞങ്ങൾക്ക് മോദി മതി, ജിയാണ് നമ്മുടെ പ്രാണൻ. രാജ്യം മുഴുവൻ സമ്പൂർണ്ണ കക്കൂസ് രാജ്യമായി മാറി. രാജ്യമായി ഇന്നലെ ഇന്ത്യ പ്രഖ്യാപിച്ചതിൻ്റെ വാർത്ത ജന്മഭൂമി പത്രത്തിൽ മുൻ പേജിൽ തന്നെ വലിയ അക്ഷരത്തിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒന്നല്ല 2, 3 കക്കൂസ് നിർമ്മിച്ചു കൊടുത്ത് ഒരു സ്പെഷ്യൽ അവാർഡ് നേടിയത് നമ്മുടെ ഗുജറാത്താണ്. നോർത്ത് ഇന്ത്യ ഇപ്പോൾ 100% കക്കൂസ് മുക്ത ഭാരതമാണ്. നാളെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ച് ഓരോ വീട്ടിലും ഗോമാതാ പദ്ധതിയിലൂടെ എല്ലാ ഹിന്ദുക്കളുടെ വീട്ടിലും ഒന്നിലധികം പശുക്കളെ വിതരണം ചെയ്യുന്ന വൻ പരിപാടിയാണ്. അതിൻ്റെ ഒരുക്കങ്ങളെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ ശാഖാ ശിക്ഷകൻ കൂടിയായ ശ്രീ ജഗദാനന്ദ നമ്പ്യാർ ഇന്നലെ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. സംഘബന്ധുക്കളെല്ലാം സജീവമായി രംഗത്തുണ്ട്. അതിനിടയിലാണ് അടുത്ത ബ്രേക്കിംഗ് ന്യൂസ്. നമ്മുടെ തിരുവനന്തപുരം ലോകത്തിലെ നമ്പർ 1 കോർപ്പറേഷനായി മാറി.
നാസ സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയർമാന് അടുത്ത വർഷത്തെ നൊബേൽ പ്രൈസും ഉറപ്പായും കിട്ടുമത്രേ. തിരുവനന്തപുരത്തെ ബ്ലൂ പ്രിന്റ് റെഡിയായി കഴിഞ്ഞു. അവിടെ ഇപ്പോൾ ഡ്രൈവറില്ലാത്ത ഹൈടെക് കാറുകളാണ് ചീറിപ്പായുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ബീഫ് നിരോധനം വന്നതിൽ പിന്നെ പെരുന്നാളിനും വെള്ളിയാഴ്ചയും ഒക്കെ മട്ടൻ മാത്രം വെച്ച് കഴിക്കേണ്ടി വന്ന അവസ്ഥ വന്ന മാപ്പിളമാരെ കാണുമ്പോൾ പെരുത്ത സന്തോഷം. എന്തായാലും അത് കൊള്ളാം, അങ്ങനെ തന്നെ വേണം അവന്മാർക്ക്. എന്തായാലും ഇത്രയും ചെയ്തല്ല നമ്മുടെ IIT-കളിൽ ഇപ്പൊ എന്താ നടക്കുന്നത് അറിയാം? ചാണകത്തെയും ഗോമൂത്രത്തെയും കുറിച്ചുള്ള അന്താരാഷ്ട്ര ഗവേഷണങ്ങളാണ് നടക്കുന്നത്. രാജ്യത്തിൽ ഇനി എത്തനോൾ ഉപയോഗിച്ച് എല്ലാവരുടെയും കാറുകളും ബൈക്കുകളും ഓട്ടോകളും ഇല്ലാതാക്കാനുള്ള വിപ്ലവകരമായ പദ്ധതിയും നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു. പൊല്യൂഷൻ ഇല്ലാത്ത രാജ്യമായി ഇന്ത്യ മാറും തീർച്ചയായും. വണ്ടികളൊക്കെ ഇല്ലാതാകുന്നതോടുകൂടി രാജ്യത്തിൽ ഇനി കഴുതയും കുതിരയും കാളവണ്ടിയും മാത്രമായിരിക്കും സർവീസ് നടത്തുക. പരിസ്ഥിതി സൗഹൃദ ഭാരതം. ഗുജറാത്തിലും ഉത്തർപ്രദേശിലുമൊക്കെ ബീഫിന്റെ പേരും പറഞ്ഞ് എതിരാളികളെ തല്ലിക്കൊല്ലുന്ന പരിപാടിയൊക്കെ അങ്ങ് കളഞ്ഞു നിർത്തി. പകരം ബീഫ് തിന്നവന്മാരെ കൊണ്ട് ഗോമാതാവിന്റെ ചാണകം തീറ്റിച്ചും ഗോമൂത്രം കുടിപ്പിച്ചും പാഠം പഠിപ്പിക്കാനാണ് പുതിയ തീരുമാനം. കൊക്കോക്കോളയ്ക്കും പെപ്സിക്കും പകരം ഇനി ഗോമൂത്രം ഹെൽത്ത് ഡ്രിങ്ക്സ് വിപണിയിൽ ഇറക്കാൻ പോവുകയാണ്. തീർച്ചയായും ഉത്തരേന്ത്യയിലേക്ക് സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കി. സ്കൂളുകളെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിൽ ഹൈടെക് ആക്കി കഴിഞ്ഞു. ഇപ്പോൾ വിജയശതമാനം കേരളത്തെക്കാൾ ഉയർന്നതാക്കാനുള്ള കടുത്ത മത്സരത്തിലാണ് അവിടെയൊക്കെ നടക്കുന്നത്. ഇത്തവണ കേരളം എന്തായാലും തോക്കും. കേരളം ചാണകം തൊട്ട് ഞാൻ ഉറപ്പു തരാം. തമിഴ്നാട്ടിൽ BJP വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറി കഴിഞ്ഞു. കേരള മുഖ്യമന്ത്രിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അണക്കെട്ട് അങ്ങ് പൊളിച്ചു കളഞ്ഞ് പ്രശ്നങ്ങൾ ശാശ്വതമായി തീർക്കാനുള്ള ഒരു ധാരണയാക്കിയിട്ടുണ്ട്. ഇനിയാണ് ദാരുണമായ ആ ക്ലൈമാക്സ് വരാൻ പോകുന്നത്. ഇത്രയും കണ്ട് മനസ്സ് കുളിർന്ന് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വെച്ചിട്ടാകെ നനഞ്ഞതുപോലെ ഒരു ഫീലിംഗ്. ഫോണിൽ ഒരു മെസ്സേജ് വന്നതിന്റെ ബീപ് ശബ്ദം കേട്ട് ഞാനങ്ങ് ഞെട്ടി ഉണർന്നു. അയ്യോ, കണ്ണും തിരുമ്മി തലയും ചൊറിഞ്ഞ് ഇരുന്ന് കിടക്കപ്പാവിലേക്ക് നിന്ന് ആഞ്ഞു വിളിച്ച് ജയ് സംഘശക്തി, ജയ് BJP, ജയ് ഹിന്ദ്, ജയ് മോദിജി. അപ്പൊ ഫോൺ എടുത്ത് വന്ന മെസ്സേജ് എന്താണെന്നൊന്ന് വായിച്ചു നോക്കി. അപ്പോഴാ കിടക്കുന്ന ബാങ്കിൽ നിന്നുള്ള ഒഫീഷ്യൽ മെസ്സേജ്: നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിനാൽ പെനാൽറ്റിയായി ബാങ്ക് വക ഉണ്ടായിരുന്ന ബാലൻസ് 500 രൂപയും കട്ട് ചെയ്തിരിക്കുന്നു. പുറത്തിറങ്ങി നോക്കുമ്പോൾ ക്രൂരമായ യാഥാർത്ഥ്യം പല്ലളിച്ച് കാണുന്നുണ്ട്. പെട്രോൾ അടിക്കാൻ ലിറ്ററിന് 105 രൂപ, ഗ്യാസിന് 1000 രൂപ എണ്ണിക്കൊടുക്കണം. സ്വപ്നങ്ങളിൽ മാത്രം അച്ചാദിൻ ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മിത്രങ്ങൾക്ക് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അത്രയും നാൾ ഈ വക സ്വപ്നങ്ങളിലാണല്ലോ അവർ ജീവിക്കുന്നത്. കണ്ണു തുറക്കരുത് മക്കളെ. കണ്ണു തുറന്നാൽ സ്വപ്നം മുറിഞ്ഞു പോകും. സ്വപ്നം മുറിഞ്ഞാൽ നമ്മുടെ ജീവിയുടെ അവസ്ഥ എവിടെ എത്തുമെന്നറിയാമോ? ഇത്തരം സ്വപ്നങ്ങളിൽ ജീവിക്കുന്ന നമ്മുടെ മിത്രങ്ങളുടെ അവസ്ഥ തീർച്ചയായും ഒന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സ്വപ്നം, എന്ത് നല്ല സ്വപ്നം. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളാണ് നമ്മുടെ സംഘമിത്രങ്ങൾ കണ്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പോസ്റ്റുകൾ ഇടുന്നത്. പോസ്റ്റുകളിടാൻ എന്തുമാത്രം പണമാണ് അവർ ചെലവഴിക്കുന്നത്. ആ പണം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് സുഖമായിട്ട് ജീവിക്കായിരുന്നു. സോഷ്യൽ മീഡിയയിലും റേഡിയോയിലും TV-യിലും ഒക്കെ പരസ്യങ്ങൾ കൊടുക്കുന്ന പണം മാത്രം മതിയായിരുന്നു. എന്തായാലും ആ അച്ചാദിൻ വരട്ടെ, നമുക്ക് ഒന്നുകൂടി സ്വപ്നം കാണാം. മിത്രങ്ങൾ മാത്രം സ്വപ്നം കണ്ടാൽ പോരല്ലോ, നമുക്ക് സ്വപ്നം കാണാം. അപ്പോൾ നമസ്കാരം.